ഹായ് ഓൾ, ഇനി നമുക്ക് കോഡിങ്ങിലെ ഒരു പ്രോബ്ലം നോക്കാം. ഇൻ എ സർട്ടൻ കോഡിംഗ് ലാംഗ്വേജ് ഇഫ് ദ വേർഡ് STORK ഈസ് കോഡഡ് as VQRON then the word TIRED will be coded as. അതായത് ഒരു കോഡിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് STORK എന്ന് കോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് VQRON ആണ്. അങ്ങനെയാണെങ്കിൽ TIRED കോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. ഒരു കാര്യം ഓർക്കുക, കോഡിംഗ് ലാംഗ്വേജ് വരുമ്പം ഇത് തമ്മിലൊരു റിലേഷൻ കാണും. അതായത് നമുക്ക് കോഡ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജുകൾ തമ്മിൽ, വേർഡ്സ് തമ്മിൽ റിലേഷൻ കാണും. അപ്പോൾ റിലേഷൻ നമ്മൾ ആദ്യം കണ്ടെത്തുകയാണ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ നമുക്ക് തന്നിരിക്കുന്ന ലെറ്റേഴ്സ് കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതുക. അപ്പോൾ STORK എഴുതി, VQRON എഴുതി. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിക്കേ, എസ്സിനോട് നമ്മൾ 3 ലെറ്റേഴ്സ് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് V കിട്ടും. അതായത് എസ്സിനോട് 3 കൂട്ടി കഴിയുമ്പോൾ TUV എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി T എന്ന ആ ഒരു ലെറ്ററിനോട് 3 ലെറ്റർ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് Q. അതായത് QRST എന്നുള്ളതാണ്. ഇനി O എന്ന് പറയുന്ന ആ ഒരു വേർഡിനോട് 3 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വേർഡാണ് R എന്ന് പറയണത്, PQR. ഇനി R എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിനോട് 3 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് OPQR. ഇനി K എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിനോട് 3 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് N, അതായത് LMN. അപ്പം നമുക്കിവിടെ ഒരു റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റി. അതായത് +3 -3 അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുവാണ്. അതായത് +3 ആണ് ആദ്യം വരുന്നതെങ്കിൽ പിന്നെ -3, പിന്നെ +3, പിന്നെ -3 അങ്ങനെ പോവുകയാണ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട വാക്ക് TIRED എന്നുള്ളതാണ്. ടീനോട് 3 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? UVW എന്ന് കിട്ടും. ഐനോട് 3 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും FGHI എന്നാണല്ലോ. ഇനി ആറിനോട് 3 കൂട്ടി കഴിയുമ്പോഴാണ് STU എന്ന് കിട്ടുന്നത്, U കിട്ടും. ഇനി ഈനോട് 3 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് B, അതായത് CDE. ഇനി ഡീനോട് 3 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് EFG. നമുക്ക് ഇവിടെ ഫൈനൽ കിട്ടുന്നത് WFUBG എന്നുള്ളതാണ്. ഓപ്ഷൻ 2 ആണ് നമുക്കിവിടെ ആൻസറായിട്ട് വരുന്നത്.